students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 9th lecture on Banking and Insurance. This lecture is based on Banking, which is the first module in the subject Banking and Insurance for Semester 4 students of BCom. In previous lecture, we were discussing about functions of commercial banks, and in this lecture, we are going to continue with the same topic, that is functions of commercial banks. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പ്രൈമറി ഫങ്ഷൻസിൽ ലെൻഡിങ് മണി എന്ന ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്തത്. സോ പ്രൈമറി ഫങ്ഷൻസിൽ ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സും ലെൻഡിങ് മണിയും ഈ രണ്ട് ഫങ്ഷൻസും ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ തേർഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. Credit creation is a situation in which banks make more loans to consumers and businessmen with the result that the amount of money in circulation increases. ക്രെഡിറ്റ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ഈ സിറ്റുവേഷനിൽ ബാങ്ക്സ് കൺസ്യൂമേഴ്സിനും ബിസിനസ്മെന്നിനും കൂടുതൽ ലോൺസ് അവൈൽ ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സർക്കുലേഷനിലുള്ള എക്കോണമിയിൽ സർക്കുലേഷനിലുള്ള എമൗണ്ട് ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. സോ ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ഈ സിറ്റുവേഷനിൽ ബാങ്ക്സ് കൂടുതൽ ലോൺസ് കൺസ്യൂമേഴ്സിനും ബിസിനസ്മെന്നിനും പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെയർബൈ സർക്കുലേഷനിലുള്ള എമൗണ്ട് ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു. Credit creation is one of the important functions of commercial banks. Commercial banksൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനായിട്ടാണ് ക്രെഡിറ്റ് ക്രിയേഷനെ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ബാങ്ക്സ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. നമുക്കറിയാവുന്നതാണ്, ബാങ്ക്സ് അതിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അതിൻ്റെ ബാങ്കിങ് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിൽ ആ ഒരു പ്രോസസ്സ് പബ്ലിക്കിൽ നിന്ന് വേരിയസ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയും ആൻഡ് പല ഫോംസിൽ എമൗണ്ട് ഓഫ് മണി ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് വെൻ എ ബാങ്ക് അഡ്വാൻസസ് എ ലോൺ, ഇറ്റ് ഡസ് നോട്ട് പേ ദ എമൗണ്ട് ഇൻ ക്യാഷ്. നമ്മൾ പറഞ്ഞതാണ്, ബാങ്ക് ഒരു ലോൺ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് പേ ദ എമൗണ്ട് ഇൻ ക്യാഷ്. ആ ലോണിൻ്റെ എമൗണ്ട് ക്യാഷായിട്ട് പേ ചെയ്യില്ല. ബട്ട് ഇറ്റ് ഓപ്പൺസ് എൻ അക്കൗണ്ട് ഇൻ ഹിസ് നെയിം ആൻഡ് അലൗസ് ഹിം ടു വിഡ്രോ ദ റിക്വയർഡ് എമൗണ്ട് ബൈ ചെക്ക്. അതായത് ഒരു ലോൺ നൽകുമ്പോൾ ആ എമൗണ്ട്, ആ ലോണിൻ്റെ എമൗണ്ട് ക്യാഷായിട്ട് നൽകാതെ അതിന് പകരം ആ ഒരു കസ്റ്റമറിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ഈ ക്യാഷ് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ കസ്റ്റമറിന് ഈ ലോണിൻ്റെ എമൗണ്ട് ചെക്ക് യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യാവുന്നതാണ്. In this way, a bank creates credit or deposit which are regarded as money, which can be used for the purchase of goods and services and also for the payment of debt, just like currency notes. സോ ഈ ഒരു രീതിയിലാണ് ബാങ്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മണി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് മണി ആൻഡ് ദിസ് മണി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പർച്ചേസിന് വേണ്ടിയിട്ട് ഈ ക്യാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കൂടാതെ എന്തെങ്കിലും ഡെറ്റ് പേ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയും ഈ എമൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ദിസ് മണി ഈസ് റിഗാർഡഡ് ആസ് ജസ്റ്റ് ലൈക്ക് കറൻസി നോട്ട്സ്. കറൻസി നോട്ട്സ് മീൻസ് ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് പേപ്പർ മണി ഇൻ എ പർട്ടിക്കുലർ കറൻസി. ഒരു പർട്ടിക്കുലർ കറൻസിയിലുള്ള എമൗണ്ട് ഓഫ് പേപ്പർ മണിയാണ് കറൻസി നോട്ട്. ഓക്കെ, സോ നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പ്രൈമറി ഫങ്ഷൻസിൽ 3 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് വൺ ഇസ് ലെൻഡിങ് മണി ആൻഡ് തേർഡ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. The balance portion of functions of commercial banks will be discussed in the coming lecture. Thank you.